അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഇടുന്നതല്ലാതെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്ന കുറവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആകും, ഇങ്ങനെ പോകും. കാരണം ഡെയിലി ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നരാടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. പിന്നെ അതിനൊന്നും ടൈം ഇല്ലാത്ത കാരണമാണ് ഈ ഷോർട്സ്. അത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ പിടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ കുറേ ആയിരുന്നു ഇത് ഇങ്ങനെ യാത്ര പോകാൻ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ റെഡി ആയിക്കുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് നമുക്ക് ആ വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ പിന്നെ നമുക്ക് യാത്ര മാറ്റേണ്ടി വന്നു. ഇതിപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഇറാനി ചായ കിട്ടുന്ന ഷോപ്പിന് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ചായ ബണ്ണൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ വന്ന് ചായയൊക്കെ കുടിച്ചത് ഇനിയിപ്പോൾ കറക്റ്റ് ടൈമുള്ളൂ. അപ്പോൾ അനുജനും പിള്ളേരൊക്കെയാണ് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അതേ കറക്റ്റ് ടൈമുള്ളൂ. 3 മണിക്കൂർ മുൻപ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ വേഗം അകത്തേക്ക് കയറിയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ യാത്ര അയക്കാൻ വരുമ്പോൾ ഇവിടെ ഇരുന്ന എല്ലാവരും ഇങ്ങ് ബാഗായിട്ട് പോകണം കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നും പോകാനായിട്ട്. ഇതിപ്പോൾ നമ്മൾക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനൊക്കെ നമ്മൾ പോകാൻ പെരുന്നാൾ അവിടെ കൂടാനും എല്ലാം റെഡിയാക്കിയതായിരുന്നു കേട്ടോ. അന്നതോർത്ത് ഒരുപാട് വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിഷമമൊക്കെ മാറി കിട്ടിയിട്ട് വലിയ പെരുന്നാൾ കൂടാനായിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ പെരുന്നാൾ ഇപ്പം ഞാൻ കുറേ ദിവസമായി ഇത് ഒക്കെ പിടിച്ചു വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വിശേഷങ്ങളെ കാണിക്കും. പിന്നെ തന്നെയല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ എടുത്തു. ഇപ്പം തന്നെ ഞാൻ ആദ്യമൊക്കെ എടുത്ത വീഡിയോ നോക്കുമ്പോൾ അതിനകത്ത് ഞങ്ങളുടെ പഴയ പൂച്ചകളും പിള്ളേർ ചെറുതായിരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ അങ്ങനെ എമിഗ്രേഷൻ നടപടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ നിസ്കരിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഒരു 7 മണി 7:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ മഗ്‌രിബ് ഇതൊക്കെ നിസ്കരിക്കാനുണ്ട്, നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം നമ്മളവിടെ ഇരുന്നപ്പോഴേക്കും പിന്നെ പെട്ടെന്ന് സമയം പോകുന്നത് അറിയില്ല കേട്ടോ. എയർപോർട്ടിൽ ഇപ്പോൾ എത്ര മണിക്കൂറുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് കഴിയും. അപ്പോൾ നമ്മൾക്ക് ഫ്ലൈറ്റിൻ്റെ സമയമായി, നമ്മളെ വിളിച്ചു. പിന്നെ നമ്മൾ കയറിയൊക്കെയാണ്. അപ്പോൾ ഇൻഡിഗോയിനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അവിടെ ത്തെ സമയം എപ്പോഴാണ് വെളുപ്പിന് ഒരു 2 മണി ആ ഒരു ടൈമിനൊക്കെ ആയിരിക്കും എത്തുക. അപ്പോൾ ആ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ വലിയ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ അതിൻ്റെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ ഞാൻ ഇനി അവിടെ നമ്മൾ അബുദാബിയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അബുദാബിയിലെ എയർപോർട്ടും കാണണം. അത് ഭയങ്കര സംഭവം അവിടുന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അബുദാബിയിൽ അവിടുത്തെ എയർപോർട്ടൊക്കെ ഒന്ന് കാണാം. പിന്നെ അവിടെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ആകുന്നത് കേട്ടോ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതാ ഫ്ലൈറ്റ് വിട്ടു. അപ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. ശരിക്കും ആ ഫ്ലൈറ്റ് എടുത്തപ്പോൾ തന്നെ മേഘത്തിൽ തട്ടി പൊങ്ങിയപ്പോൾ ഒരു നല്ല കുലുക്കം ഉണ്ടായിട്ടോ. ശരിക്കും ഞാൻ പേടിച്ചു പോയി ആ സമയത്ത്, എന്താ സംഭവിക്കുന്നതെന്നറിയാതെ. പിന്നെ മേളിലേക്ക് ഇങ്ങനെ പറന്നു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് നോക്കാനാണെങ്കിൽ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ട് ഒരുപാട് ഉയരത്തിലെത്തിയപ്പോൾ പിന്നെ നമുക്ക് കാഴ്ചകൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് സമയം നമുക്ക് സൈഡ് സീറ്റ് അങ്ങനെ മാറി മാറിയൊക്കെ ഇരുന്ന് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷവും ഇതെല്ലാം ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് പറക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബോറടിക്കും. പിന്നെ നമുക്കൊന്ന് സ്ഥലം എത്തിയാൽ മതിയായിരുന്നു അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് ഫുഡ് ഇത് വന്ന് കപ്പ് ന്യൂഡിൽസാണ് ഞങ്ങൾ കഴിച്ചത്. അതൊക്കെ കഴിച്ചു അതിനിടയ്ക്ക്. കാരണം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു തയ്യാറെടുപ്പൊക്കെ കാരണം തലേ ദിവസമാണ് ഇങ്ങനെ കൺഫേം ചെയ്തത്. അപ്പോൾ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് അത് കിട്ടിയത് തൽക്കാലം അത് കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ അബുദാബി എയർപോർട്ടിൽ എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് ആയല്ലോ നമ്മൾ വരാനായിട്ട് കാത്തിരിക്കുക ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു അറിയിപ്പ് വന്നു. 2 ദിവസം അറിയിപ്പ് വന്നപ്പോൾ അവിടെ എത്തിയപ്പോഴും ഒക്കെ വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് സിം എടുക്കണം ഇവിടുന്ന്. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്റ്റോപ്പായേക്കാണ്. അപ്പോൾ ഇനി എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാമെന്ന് കരുതി പോവുകയാണ്. അപ്പോൾ എൻ്റെ ദുബായിലുള്ള ഫ്രണ്ട് എനിക്ക് സിം തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അബുദാബിയിലാണ് പോകുന്നത്. അപ്പോൾ അബുദാബിയിൽ അവിടെ ഷെയ്ഖ് സയ്യിദ് മോസ്കിൽ പെരുന്നാളൊക്കെ അവിടെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു മനസ്സിൽ പ്ലാൻ. അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ദിവസം അവിടെ നിന്ന് പിന്നെ നമുക്ക് ദുബായിലേക്ക് വരാമെന്ന് കരുതിയാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ ഇനി അവിടെ താഴെ ചെന്നിട്ട് ഇനി നമുക്ക് സിമ്മൊക്കെ എടുക്കണം. ഫോണിലൊക്കെ ആണെങ്കിൽ ചാർജും കുറവാണ്. എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ.
അപ്പോൾ ഈ ഒരു സമയത്ത് വാറിൻ്റെ ആ ഒരു ഇഷ്യൂസൊക്കെ കെട്ടടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ ഒരു 2 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും കുറച്ച് ഫോറിനേഴ്സിനെയൊക്കെ കണ്ടു. യൂറോപ്യൻസ് അങ്ങനെ കുറച്ച് പേരെയൊക്കെ അവിടെ കണ്ടിരുന്നു. അത് ഗ്രൂപ്പായിട്ട് ടൂർ വന്ന ആളുകളെ അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് അവിടുന്ന് സിം എടുത്തു. പിന്നെ കോൾ ചെയ്തിരുന്നു. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന കാരണേ, അപ്പോൾ ഇടയ്ക്ക് കുറേ ക്ലിപ്പുകളൊക്കെ ഇടയ്ക്ക് എനിക്ക് നഷ്ടമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിൽ നമ്മൾക്കുണ്ടല്ലോ ഈ വാഹനത്തിലിരുന്ന് പോകുമ്പോൾ നമുക്ക് നല്ല രസമായിരുന്നു കേട്ടോ. കാരണം പെരുന്നാളിൻ്റെ കുറേ ഇങ്ങനെ ലൈറ്റുകളും വെളിച്ചങ്ങളും നേരം വെളുക്കുമ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു ഇതും കുറേ പ്രത്യേകമായിട്ടുള്ള നല്ല കളർ ലൈറ്റുകളും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അങ്ങനെ അതേ ഫ്ലാറ്റിലെത്തിയിട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലെത്തിയേക്കാണ്. അപ്പോൾ ഇവിടുത്തെ 17ാമത്തെ നിലയിലാണ് ഫ്രണ്ടിൻ്റെ റൂമും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇത് പിള്ളേർ പിടിച്ചതാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഫ്രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫുഡിനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ ആ വന്ന യാത്രയെക്കുറിച്ച് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫുഡൊക്കെ അതേ ഞങ്ങൾക്ക് കരുതിയുടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശപ്പുണ്ടായി ഈ സമയത്ത്. തലേ ദിവസം ഞങ്ങൾക്ക് വരാനുള്ള വിസ വന്നപ്പോൾ തുടങ്ങി പിന്നെ ഭക്ഷണം ഒന്നും മര്യാദക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വന്ന് ഈ ഫുഡൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആർത്തിയായിരുന്നു. അങ്ങനെ അൽഫാമും പിന്നെ കുറേ പലഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ നാട്ടിൽ കിട്ടുന്നതിൽ നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റുള്ള പല പലഹാരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും എൻ്റെ ഫ്രണ്ട് കാത്തിരുന്നത്. അതിന് 2 പിള്ളേരും ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് അവരെയൊക്കെ ഇങ്ങനെ ഉറക്കം പിടിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്ന ആ ഒരു ഫ്രണ്ടിനോട് ഒരുപാട് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സ്നേഹം തോന്നിയിട്ടാ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുക അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുക, ഫുഡൊക്കെ ഒരുക്കിയിരിക്കുക, അതൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും നമ്മൾക്ക് ഞങ്ങൾക്ക് റൂമൊക്കെ ഒരുക്കി ഇതേ കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നമുക്ക് ആ ഒരു സന്തോഷം ആ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല വിശപ്പോടുകൂടി പിന്നെ ഫുഡുകളും ഇഷ്ടം പോലെ ഫുഡുകളും ഒക്കെ കരുതി വെച്ച് അങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും ചിലരുണ്ട് മറക്കാൻ പറ്റാത്ത ചിലർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയം ഒന്നും കിട്ടിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുളിച്ച് റെഡിയായിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും ദേ ബാങ്ക് വിളിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം പള്ളിയിലേക്ക് പോകാമെന്ന് കരുതി. പിന്നെ അവരെ സംസാരിക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. ഇനിയിപ്പോൾ ഷെയ്ഖ് സായിദ് മോസ്കിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ അതേ സമയം വൈകിയെന്ന് കരുതി ഞങ്ങളിതേ 4 പേരും വേഗം ലിഫ്റ്റിൽ കയറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ അമ്മ പറത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ അതിൻ്റെ ഓരോ അകത്തും ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.